അല്ല, നമ്മുടെ രാജീവേട്ടനല്ലേ ഇരിക്കുന്നത്? രാജീവേട്ടോ, ഹായ് ഹായ് ഹായ്. ഹലോ, ഇയാൾ എന്നോടല്ലേ കൈ കാണിക്കുന്നത്? അതാണ്ടോ. ശരി, എന്നോണ്ടല്ലേ? തെറ്റിപ്പോയതാട്ടോ. രാജീവേട്ടൻ എന്നോണ്ടല്ല ഈ കാണിച്ച്. മൂപ്പര് അവിടെ വേറെ ആരോ നിർത്തിയണല്ലോ, മൂപ്പർക്ക് ജയ് വിളിക്കുക. അപ്പോൾ കൂട്ടത്തിൽ ജയ് വിളിച്ചാണ്. ഞാൻ വിചാരിച്ച് എന്നെ കണ്ട് കൈ കാണിച്ചാണെന്ന്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ മോദിജി വരുന്ന പരിപാടിക്ക് രാജീവേട്ടൻ നേരത്തെ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് അതെൻ്റെ കുഴപ്പമാട്ടോ. ഈ തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ കുഴപ്പമാണ്. അത് ഞാൻ ചോദിച്ചോക്കട്ടെ, എന്താണ് ഇപ്പം നമ്മുടെ രാജീവേട്ടൻ ഒരു 2 മണിക്കൂർ മുമ്പ് സ്റ്റേജിലിരുന്നു, എന്താ ഇപ്പോൾ കുഴപ്പം? ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടോ? എന്തിന്? ആ പാവത്തിൻ്റെ പേര് ഏതോ ചെയറിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബാക്കി ആരെ വിളിച്ചിട്ടില്ലെങ്കിലും മൂപ്പരെ പേര്, അല്ല മൂപ്പരെ സ്ഥാനം എന്താണെന്നായിരിക്കില്ലേ? ആ ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റാണ് നമുക്കറിയാലോ. അതെ, അല്ലാണ്ട് MP ആവണോ, MLA ആവണോ, അല്ലെങ്കിൽ വേറെ ആ ടീമിലൊന്നും വേണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പദ്ധതിക്ക് 5ൻ്റെ പൈസ കൊടുക്കാത്ത, ഇനി കൊടുത്തത് തന്നെ കടായിട്ട് കൊടുത്ത് ബാക്കി ഗ്രാൻഡ് വരെ കൊടുക്കേണ്ട പൈസ കടായിട്ട് കൊടുത്ത് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ പാർട്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ. അപ്പം അതേ പാർട്ടിൻ്റെ മുത്തപ്പനാണല്ലോ നമ്മുടെ നാട കട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് ഒരു ഹൈപ്പ് കിട്ടണമെങ്കിൽ അതൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. അല്ലാണ്ട് DYFIക്കാരെ നിങ്ങൾ വെച്ച ബോർഡ് പോലൊന്നുമല്ല. നിങ്ങളൊരു മാതിരി ഊക്കിയ ബോർഡൊക്കെ വെച്ച് കണ്ടില്ലേ? സംസ്ഥാന സർക്കാർ 5,000 കോടി, കേന്ദ്ര സർക്കാർ 0 കോടി, താഴത്ത് വീണ്ടും മറ്റേ വേറെ പല പദ്ധതികളിൽ നിന്ന് കോടികൾ, അദാനിക്ക് ഇത്ര കോടി, വീണ്ടും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് തിരിച്ചടയ്ക്കാൻ ഇത്ര വായ്പ. നിങ്ങളെന്താ ഒരുമാതിരി ഊക്കുകയാണ് ഇയാളെ? നമ്മുടെ താടീജിനാട് കൊണ്ടിരുത്തിയിട്ട് മുമ്പിലിട്ട ഊക്കണ പരിപാടിയില്ല നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ വിളിക്കുമ്പോഴത്തെ മൂപ്പര് തുള്ളിച്ചാടി വരും. അത് നിങ്ങളുടെ ഇടയിലൊരു അന്തർധാര. അതിപ്പോൾ നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു മാതിരി മറ്റോടത്തെ പരിപാടി പോയി. എന്താണെങ്കിലും നമ്മൾ രാജീവേട്ടൻ അവിടെ ഇരുന്നതിൽ വലിയ തെറ്റ് പറയാനൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ റിവ്യൂ മീറ്റിങ്ങിന് പേരക്കുട്ടിനെയും കൊണ്ടാണ് നമ്മുടെ തമ്പ്രാൻ പോയത് അല്ലേ? നമ്മുടെ ഇരട്ടച്ചങ്ക് മാത്രം ഉണ്ടായിരുന്നില്ല, മോനും മരുവോളും കെട്ടിയോളും മക്കളും വരെ എടുത്ത് കിട്ടാൻ പോയത്. അത് നിങ്ങൾ ആരെയും കണ്ടിരുന്നോ? ഭയങ്കര സംഭവമായിരുന്നു. ഈ മോന് കൂടെ ബിസ്ക്കറ്റും പാലും വരെ കൊടുത്തുന്നാ കേട്ട്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആലോചിച്ച വേറെ കാര്യം കൂടാ. ഇങ്ങനത്തെ റിവ്യൂ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്തെ ഈ ചെറിയ ഇപ്പോഴത്തെ പിള്ളേരെ തലറച്ച പിള്ളേരാന്ന്. ഇപ്പം ആ പേരക്കുട്ടി എങ്ങാനും ചോദിക്കുകയാണ്, അല്ല അപ്പാപ്പ മുത്തപ്പ, ഇതിൽ ഇങ്ങൾക്കുള്ള പങ്കെന്താണെന്ന് വെച്ചാൽ മൂപ്പരെന്താ പറയുക, നമ്മുടെ ചാണ്ടിച്ചൻ തുടങ്ങി വെച്ച പദ്ധതിയാണ്. ഞാൻ എല്ലായിടത്തും പോയി നാട കട്ട് ചെയ്യാറുണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു സ്റ്റൈൽ അല്ലേ? അതെ, നമ്മളെല്ലായിടത്തും പോയി നാട കട്ട് ചെയ്യാൻ നമ്മളായിരിക്കും ഫ്രണ്ടിൽ, ബാക്കി എന്ത് നമ്മളില്ലെങ്കിലും. അതാണ് മോനെ മുത്തച്ഛൻ, അതാണ് മോനെ നമ്മുടെ ഇരട്ടച്ചങ്ക്. ഇന്ന് ആ കുട്ടിനോട് പറയേണ്ടി വരുന്നൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താണെങ്കിലും കൊള്ളാം, വിഴിഞ്ഞാൻ പറ്റിയതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കാര്യം, നമ്മൾ ഈ പ്രധാനമന്ത്രി നമ്മുടെ താടീജിനെ കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ. താടീജി കൈയെടുത്തോണ്ടാണല്ലോ നമ്മുടെ അദാനിയച്ഛൻ ഇവിടെ എത്രയും കൊണ്ട് ഇറക്കിയത്. ആൾക്കാരെ നിങ്ങട്ട് എന്തൊക്കെ മോദിജി എന്ന് പറഞ്ഞതില്ലേ, ഭയങ്കര രസമായിരുന്നു. അദാനി ഗുജറാത്തിൽ പോലും കൊണ്ടുവരാത്ത അത്രയും പൈസ മുടക്കിയിട്ട് ഇവിടെ ഇത്രയും വലിയ തുറമുഖം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഗുജറാത്തുകാരോട് ഞാൻ എന്ത് പറയും നമ്മുടെ മോദിജി ചോദിച്ചത് കേട്ടപ്പോൾ സങ്കടം കരച്ചിലൊക്കെ വന്നുപോയി. പിന്നെ ആലോചിച്ച്, ഇത് വെറുതെ സംഭാവന കൊടുത്തൊന്നും അല്ലല്ലോ. ഇവിടെ എന്ത് പോയി കഴിഞ്ഞാൽ അതിന് കോടികൾ കിട്ടാൻ പോകുന്നത് നമ്മുടെ അദാനിൻ്റെ പോക്കറ്റിലോട്ടും. അദാനിൻ്റെ പോക്കറ്റിൽ നീ പറഞ്ഞ പൈസ എല്ലാം കൂടി ഒരു ബോണ്ടായിട്ടോ കോണ്ടായിട്ടോ ഒക്കെ നമ്മുടെ മോദിജിയുടെ പാർട്ടിൻ്റെ പോക്കറ്റിലോട്ടാണല്ലോ പോകുന്നതെന്ന് കേട്ടപ്പം ഞാൻ ആ പരിപാടി നിർത്തി. മോദിജി തന്നിട്ടില്ല കൊടുത്തിട്ടില്ല നമ്മതിരി ഊള വർത്താനാരും പറയരുത്. 29% 30% അദാനിജി നമ്മുടെ ചെയർമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പൈസയാണ്, എന്തിനാ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോദിജി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരൊന്നും കൊടുത്തിട്ടില്ല, കടം വാങ്ങണ് മറ്റേതാക്കണമെന്നുള്ള ഊള വർത്താനൊന്നും ഒരാളും ഈ വീഡിയോ കൊണ്ട് പറയാൻ നിൽക്കരുത്. നമ്മുടെ ചന്ദ്രശേഖർജി അവിടെ ഇരുന്നത് പോലെ തന്നെയാണ് ഞാൻ. അതിലൊക്കെ ഒരു കാര്യമുണ്ടെന്ന്, വെറുതെ ഒന്നും അല്ലതൊന്നും. ഇതെന്താ ആപ്പോപ്പ് പരിപാടി ഇട്ടാ കോടികളുടെ ബിസിനസ് അവിടെ വരാൻ പോകുന്നത്. ഇതൊക്കെ ആർക്കാ? സർക്കാരിന് കിട്ടും. നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും കിട്ടും. അത് പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിന് ഇപ്പം എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടും. ബാക്കി പൈസ ഒക്കെ എങ്ങോട്ടാണ് പോണത്? നമ്മൾ പറഞ്ഞ പോലെ അദാനിൻ്റെ പോക്കറ്റിലോട്ടും ആ പോക്കറ്റിൽ നിന്ന് ചോർന്നു ഒഴിഞ്ഞു പോകുന്നത് നമ്മുടെ BJPയുടെ ഫണ്ടുകളായിട്ടും ബോണ്ടുകളായിട്ടും കൊണ്ടങ്ങളായിട്ടും അങ്ങോട്ട് പോകും. അപ്പോൾ അതിലൊന്നും വെറുതെ ആരും ഇവിടെ കിടന്ന് ഒരടി അടിച്ചിട്ടും കാര്യമില്ല. എന്നാലും എൻ്റെ ആ റിയാസൊക്കെ പറഞ്ഞ സംഭവം ഒരുമാതിരി ഊക്കലായിപ്പോയല്ലോ. സ്റ്റേജിൽ ഇരുമാതിരി വർത്താനൊക്കെയാണ് നിങ്ങൾ പറയുന്നത്.
നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? റിവ്യൂ മീറ്റിങ്ങിൽ നിങ്ങളെ ഭാര്യ, നിങ്ങളെ അമ്മോഷൻ്റെ അതായത് അമ്മായിയമ്മി മക്കളെ വരെ ഇരുത്തിയിട്ടില്ലേ, ചായ തന്നിട്ടില്ലേ? പിന്നെ നിങ്ങൾ ഒരുമാതിരി ഊക്കിയ വർത്താനം അവിടെ പോയി പറയാൻ പറ്റും? നിങ്ങൾക്ക് സ്വയം ഒരു ചിന്തയൊക്കെ വേണ്ടേ? മാക്സിമം അമ്മോഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. മക്കൾക്കായിട്ടും ഭാര്യക്കായിട്ടും എന്തൊക്കെ പൈസ ആയിട്ടാണെങ്കിലും മറ്റേ വേർഡ് വിറ്റിട്ടാണെങ്കിലും വേണ്ട, മൈക്രോസോഫ്റ്റ് എക്സൽ വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് പൈസ തരുന്നില്ലേ? അപ്പോൾ അതൊക്കെ വാങ്ങി മിണ്ടാട്ടുന്നാൽ പോരെ? അതിൽ ഊക്കണം ആ പാവൻ ചന്ദ്രേട്ടനെ. മൂപ്പര് എപ്പോഴെങ്കിലും ഒക്കെ ഒരു നിലാവത്തും വെളിച്ചത്തും വന്നിട്ട് ഇങ്ങനെയൊക്കെ മുഖം കാണിച്ച് പൊക്കോട്ടെ. രാവിലെ മുതൽ ഏഷ്യാനെറ്റിലൊന്നും ഈ കാര്യം കാണിച്ചിട്ട് പോലുമില്ല. അത് ഏഷ്യാനെറ്റ് ഭയങ്കരമായി പോട്ടോ, പൊളിച്ചിട്ടുണ്ട് നമ്മൾ ഏഷ്യാനെറ്റ് എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തെ ഈ വേടനെ എന്താ പറയുക, എന്താണ് വേടൻ എന്തോന്ന് പറഞ്ഞിരുന്നല്ലോ, മാതനല്ല മുറുകനല്ല മറുകനല്ല എന്നോ. ആട്ട് ഏഷ്യാനെറ്റ് ഇതൊന്നും കണ്ടില്ല. അല്പനല്ല ഉൽപ്പനല്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഏഷ്യാനെറ്റ് ആരുതാ? നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ആണ്. അപ്പം അവിടെ വർത്താനം പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഈ ഒരു ന്യൂസ് ഏതായാലും BJPക്ക് മൊത്തം ട്രോളാണ്. വിഴിഞ്ഞം വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പ്രസംഗം തെറ്റിക്കുന്നു, രാജീവേട്ടൻ നേരത്തെ കയറിയിരിക്കുന്നു, മൊത്തത്തിൽ ട്രോളാണ്. എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ അൾട്ടിമേറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ നാട്ടിൽ 10, 20, 30 ഏകദേശം 25-30 കൊല്ലത്തിൻ്റെ ആ ഒരു സംഭവം അങ്ങോട്ട് തീർന്നു കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആര് പൈസ ഉണ്ടാക്കിയാലും വേണ്ടില്ല, നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടുക, ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. ജയ്, അതാണ്.